ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ദ്വിദിന പ്രകൃതി ക്യാമ്പ് വയനാട്ടിൽ സമാപിച്ചു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതശൈലിയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും വളണ്ടിയർമാരിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിന്റെ ഒരു ഭാഗം ശുചീകരിക്കുകയും ചെയ്തു. ആനയാങ്കുന്ന് വയലിൽ മോയി ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ പ്രകൃതി പഠന ക്യാമ്പ് വയനാട്ടിലാണ് നടന്നത്. 2 ദിവസങ്ങളിലായിരുന്നു ക്യാമ്പ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതശൈലിയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും വളണ്ടിയർമാരിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പ്. ട്രക്കിംഗ്, പ്രകൃതി നടത്തം എന്നിവ ഉൾപ്പെടെ വിവിധ പരിപാടികളിലൂടെ വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം അടുത്തറിഞ്ഞ് ആസ്വദിക്കാനും കൂട്ടായ്മയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാനും വളണ്ടിയർമാർക്ക് സാധിച്ചു. ക്യാമ്പിൻ്റെ ഭാഗമായി ടീൻ ഫോർ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു ഭാഗം ശുചീകരിക്കുകയും ചെയ്തു. സംസ്ഥാന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ഒപ്പുമരം പദ്ധതിയും സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ കാർഡുകളിൽ വളണ്ടിയർമാർ ഒപ്പുവെച്ച് അവ പ്രതീകാത്മകമായി മരത്തിൽ തൂക്കിയിടുകയും ലഹരിമുക്ത സമൂഹത്തിനായുള്ള പ്രതിജ്ഞ പൊതുസമൂഹത്തിനു മുമ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണം, സാമൂഹിക പ്രതിബദ്ധത, സേവന മനോഭാവം എന്നിവ ഒരുമിച്ച് വളർത്തിയെടുത്ത ക്യാമ്പ് വളണ്ടിയർമാർക്ക് അറിവും അനുഭവങ്ങളും നിറഞ്ഞ വേദിയായി മാറുകയായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ KV നസീറ, അധ്യാപകരായ ഡോക്ടർ സുഹൈർ, ഡോക്ടർ ഷോബു രാമചന്ദ്രൻ, മിഥുൻ ജോസ്, ജോമോ ജൂലിയറ്റ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, മുക്കം.